ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത്. ഞാൻ ഫോൺ എടുത്തു. അമ്മാവനായിരുന്നു അത്. എന്താ അമ്മാവ? നീ വേഗം വാ മോളെ. നീതുവിൻ്റെ മോൾ കിടക്കയിൽ നിന്നും താഴെ വീണു ഇന്നലെ. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണാത്തതിനാൽ ഞങ്ങൾ കാര്യമാക്കിയില്ല. എന്നാൽ ഇപ്പോൾ അവളുടെ ഇടത് കാലും ഇടത് കൈയും ചലിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ മുളങ്കുന്നത്ത് കാവ് മെഡിക്കൽ കോളേജിലാണ്. ഇത് കേട്ടതും ഞാൻ അങ്ങോട്ടോടി. മോൾ ICUവിലായിരുന്നു. ആരെയും അകത്തേക്ക് കടത്തിവിടുന്നില്ല. ആശുപത്രി വരാന്തയിലിരുന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു. പേടിക്കണ്ട, ശരിയാവും. കുട്ടിയുടെ വീഴ്ചയിൽ ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട്. അത് അലിയിക്കാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവളിൽ മാറ്റം വന്നു തുടങ്ങി. മനസ്സിന് വല്ലാത്തൊരാശ്വാസമായി. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിലൂടെ നടന്നു. അപ്പോഴാണ് ഒരു സുന്ദരി കുട്ടി തനിച്ചിരിക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ അവളുടെ അരികിൽ പോയിരുന്നു. എന്താ മോളുടെ പേര്? അഷ്ടമി. അവൾ മറുപടി പറഞ്ഞു. 16 വയസ്സായിരുന്നു അവൾക്ക്. ഏറെ നേരം അവളുമായി ഞാൻ സംസാരിച്ചു. അച്ഛനും അമ്മയ്ക്കും ഏക മകളായിരുന്നു അവൾ. അച്ഛൻ കൈകാലുകൾ തളർന്ന് കിടക്കുകയാണ്. അമ്മ കിഡ്നി പേഷ്യൻറ്റും. അവൾക്ക് ഒരു വല്യമ്മയുണ്ട്. അവരാണ് ഇവർക്ക് എപ്പോഴും തുണയാകുന്നത്. പഠിക്കാൻ മിടുക്കിയായിരുന്നു അവൾ. +1 അവൾ പഠിക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അവളെ തഴുകി തലോടി. മോളെ, എനിക്ക് ഒരു വരുമാനമായാൽ നിന്നെയും അച്ഛനെയും അമ്മയെയും തേടി വരും ഞാൻ. അവൾക്ക് ആശ്വാസവാക്കുകളേകി അവിടെ നിന്നും ഞാൻ നടന്നു നീങ്ങി. അപ്പോഴാണ് ഒരു ആൺകുട്ടി എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഞാൻ അവനോട് ചോദിച്ചു, എന്താ മോൻ്റെ പേര്? ചന്ദ്രു. ആർക്കാണ് അസുഖമെന്നും ഞാൻ തിരക്കി. എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറിൻ്റെ തുടക്കമാണ്. നാളെയാണ് ഓപ്പറേഷൻ. മോൻ തനിച്ചാണോ ഉള്ളത്? അവൻ തലയാട്ടി. അവൻ്റെ അച്ഛനെ ഞാൻ അന്വേഷിച്ചു. അച്ഛന് ചെവി കേൾക്കില്ല, കണ്ണ് ചെറുതായി കാണൂ. പിന്നെ ഞാൻ അവനോട് ഒന്നും ചോദിച്ചില്ല. കാരണം സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ചിരിച്ച മുഖവുമായാണ് അവൻ നിൽക്കുന്നത്. പിന്നീട് ഞാൻ കണ്ടത് കിഡ്നി പേഷ്യൻ്റായ ഐഷുമ്മയെയാണ്. ചികിത്സിക്കാൻ പോലും കാശില്ലാത്ത ഐഷുമ്മ. പിന്നെയും ഞാൻ വരാന്തയിലൂടെ നടന്നു. പല രോഗികളെയും കണ്ടു. ഒന്നെനിക്ക് മനസ്സിലായി, ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമുള്ള ശരീരമാണ് എന്ന്. ഞാൻ ഈശ്വരനെ സ്തുതിച്ചു. നാം ഓരോരുത്തരും അതിന് ബാധ്യസ്ഥരാണ്. ചിന്തിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. സമയം 1 മണിയായി. വല്ലാത്ത വിശപ്പ്. രാവിലെ ഒന്നും കഴിച്ചിരുന്നില്ല. ആശുപത്രിയിൽ നിന്നും ഞാൻ പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. 4ഉം 5ഉം വരികൾ. ഞാൻ അങ്ങോട്ട് നടന്നു. 2 വലിയ വണ്ടികൾ, ഒരു കാറ്. ഇതിലെല്ലാം ഒരുപാട് ഭക്ഷണപ്പൊതികൾ ഉണ്ടായിരുന്നു. ഓരോരുത്തരായി അത് വാങ്ങുന്നു. ഞാനും വാങ്ങി ഒരെണ്ണം. ഇവിടെ കിടക്കുന്ന ഒരുപാട് രോഗികൾക്ക് ഇത് ഒരു അനുഗ്രഹമായിരുന്നു. കൈ കഴുകി വന്ന് ഞാൻ പൊതിച്ചോർ തുറന്നു. സാമ്പാറും മുട്ട പൊരിച്ചതും പയറുപ്പേരിയും. ഒരു സൈഡിലായി ചമ്മന്തിയും പച്ചമോരും. എന്നെ അറിയാത്ത ഏതോ ഒരാൾ എനിക്ക് കൊടുത്തയച്ച ആ ചോറ്. അതിൽ ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ പേരിലായിരുന്നു. ആ പൊതിച്ചോർ കഴിക്കുമ്പോൾ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സഹാനുഭൂതിയുടെയും രുചിയായിരുന്നു. വയറ് നിറയെ കഴിച്ചു. പൊതിച്ചോർ കിട്ടിയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുവേണ്ടി അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയ ഈശ്വരനെ സ്തുതിച്ചു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് അമ്മാവൻ്റെ മകളെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. അവിടെ നിന്ന് വീട്ടിലേക്ക് വണ്ടി കയറിയപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ ചന്തവും ഐശ്വര്യയും ഐഷുമ്മയും അഷ്ടമിയും അനശ്വര്യയും ഷാമിലുമായിരുന്നു. അവർക്കെല്ലാം നല്ലത് വരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നടന്നു നീങ്ങി. വീണ്ടും മറ്റൊരനുഭവമായി കണ്ടുമുട്ടാം. ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നമുക്കെല്ലാം ഉണ്ടാവട്ടെ.